So next topic, the differential equation for the orbit. ഓക്കെ, ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു കെപ്ലറിൻ്റെ പ്രോബ്ലമാണ് നമ്മുടെ സിലബസിലുള്ളത്. പക്ഷേ അതിൻ്റെ മുന്നേ കുറച്ച് കൺസെപ്റ്റുകളോടി നമുക്ക് മനസ്സിലാവണം. സോ അതിനുള്ളൊരു ബേസിക് ഇക്വേഷനാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ ദ ഓർബിറ്റ്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലംസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫോഴ്സ് എങ്ങനെയായിരിക്കും, ഫോഴ്സസ് ആർ സെൻട്രൽ. ഓക്കെ, വി ആർ കൺസിഡറിങ് ദി സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലംസ് ഹിയർ. നൗ ദ മോഷൻ ഓഫ് എ സിംഗിൾ പാർട്ടിക്കിൾ ഇൻ സ്പേസ് ഈസ് പ്രിസ്ക്രൈബ്ഡ് ബൈ 3 coordinates. Okay, that is we are using the spherical polar coordinates. Okay, they are ഏതൊക്കെയാണ്, r, തീറ്റ, ആറ്, തീറ്റ, ദെൻ അവർ ഫൈ. സാധാരണ ഫൈ ആണ് ഇവിടെ, ടെക്സ്റ്റിൽ അതിന് സൈ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് ആറ് നമ്മുടെ ഡിസ്റ്റൻസ് ആറ്, റേഡിയൽ ഡിസ്റ്റൻസ് ആറ്. ഓക്കെ, തീറ്റ ഈസ് ദ അസിമൂത്തൽ ആംഗിൾ ആൻഡ് സൈ ഈസ് ദ ലാറ്റിറ്റ്യൂഡ്. അപ്പോൾ ഇങ്ങനെ 3 കോർഡിനേറ്റ്സ്, പോളാർ കോർഡിനേറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ആ മോഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ സൈയുടെ വാല്യൂ അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് സൈ ഈസ് π/2. ഓക്കെ, ദാറ്റ് ഈസ് ബിക്കോസ് we are choosing the polar axis in the direction of L. That is ആംഗുലർ മൊമെൻറ്റം വെക്റ്റർ. ആംഗുലർ മൊമെൻറ്റം വെക്റ്ററിൻ്റെ അതേ ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, പോളാർ ആക്സിസ് ചൂസ് ചെയ്യുന്നത്. സോ വാട്ട് ഹാപ്പൻ, ദ മോഷൻ ദാറ്റ്, അതായത് നമ്മുടെ ആ പാർട്ടിക്കിളിൻ്റെ മോഷൻ ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദി പോളാർ ആക്സിസ്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദി പോളാർ ആക്സിസ്. സോ വാട്ട് ഹാപ്പൻ, സൈയുടെ വാല്യൂ ഫിക്സഡ് ആയിരിക്കും, കാരണം π/2 ആയിട്ട് മാറും. അപ്പോൾ നമ്മുടെ ഇനി വരുന്ന സെക്ഷനിൽ എങ്ങനെയാണ്, നമ്മൾ ആറിനെയും തീറ്റേനെയും മാത്രമാണ് കൺസിഡർ ചെയ്യുക, സൈനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡ്രോപ്പ് ചെയ്യണം. ഓക്കെ, സോ പ്ലെയിൻ പോളാർ കോർഡിനേറ്റ്സിൽ എക്സ്പ്രസ് ചെയ്യാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഓർബിറ്റ് ആണ്. ദാറ്റ് മീൻസ് ആർ ഇൻ ടേംസ് ഓഫ് തീറ്റ. ഓക്കെ, അപ്പോൾ ഇവിടെ ലഗ്രാഞ്ചിയൻ L is equal to T-V. ദാറ്റ് ഈസ് അവർ ലഗ്രാഞ്ചിയൻ്റെ ഇക്വേഷൻ. ഇനി ഇതിലെന്ത് കാരണം, T is kinetic energy and V is the potential. Okay, so actually T is equal to half mv square. So here the velocity become, it has 2 variables, r and theta. So what happens, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. ഇറ്റ് വിൽ ബിക്കം ഹാഫ് ഇൻറ്റു r dot square, where r dot is dr/dt plus r square theta dot square minus the potential. ഹിയർ ദ പൊട്ടൻഷ്യൽ ഈസ് എ ഫങ്ഷൻ ഓഫ് ആർ ഓൺലി. അതുകൊണ്ടാണ് എന്ത്, ഒരു സെൻട്രൽ ഫോഴ്സ് ആയത്. അതിൻ്റെ ഒരു പാർട്ടാണ്, ഈ ഒരു പാത്തിൻ്റെ ഒരു ചെറിയ പാർട്ട് മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ് ആ പാത്ത് ഓർ ദി ആർക്ക് ആൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ഈസ് ആർ. ഓക്കെ, നമ്മൾ ചെറിയൊരു ആംഗിളാണ് കൺസിഡർ ചെയ്തെങ്കിൽ ദിസ് ഈസ് ഡി തീറ്റ, ദെൻ ദിസ് ലെങ്ത് വിൽ ബി ആർ ഡി തീറ്റ. ഓക്കെ, ആൻഡ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ, അതായത് ∂L/∂θ, ∂L/∂θ ഡോട്ട് ഇത് കാണാം. അപ്പോൾ ഈ ഫസ്റ്റ് ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കുക, പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. ∂L/∂θ ഈസ് ഈക്വൽ ടു 0. നമ്മുടെ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ മറന്നിട്ടില്ല തോന്നുന്നു, d/dt ഓഫ് ∂L/∂Q ഡോട്ട് മൈനസ് ∂L/∂QI ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് നമ്മുടെ ലഗ്രാഞ്ചിയസ് ഇക്വേഷൻ ഓഫ് മോഷൻ. സോ ഇവിടെ നമ്മുടെ കോർഡിനേറ്റ്സ് ആറും തീറ്റയാണ്. സോ ∂L/∂θ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ 1 എന്താ അപ്ലൈ ചെയ്താൽ നമുക്ക് 0 ആണ്, കാരണം ഇത് ഇൻ ടേംസ് ഓഫ് ആർ ഡോട്ട് ആൻഡ് തീറ്റ ഡോട്ട് മാത്രമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ ഈ തീറ്റ എന്ന് പറയുന്നതാണ് എന്ത്, നമ്മുടെ സൈക്ലിക് കോർഡിനേറ്റ്. ഓക്കെ, ദെൻ ∂L/∂θ ഡോട്ട്, ആ കറസ്പോണ്ടിങ് ∂L/∂θ ഡോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, മൊമെൻറ്റം കിട്ടും. ഇതിനെയാണ് നമ്മൾ ഇന്ന് പറയുക കാനോണിക്കൽ മൊമെൻറ്റം. ഓക്കെ,
Here canonical momentum is the angular momentum. So dou L by dou theta dot, what happen? It will mr square theta dot. Okay. So ഞാൻ ഇതിനൊരു വട്ടം കൂടി ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് പി തീറ്റ എടുത്താൽ ഇനി നമുക്ക് പി തീറ്റ ഡോട്ട് എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്യാം. സോ പി തീറ്റ ഡോട്ട് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എം ആർ സ്ക്വയർ തീറ്റ ഡോട്ട് വിച്ച് ഈസ് ഈക്വൽ ടു 0 വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0 വരും. സോ ജസ്റ്റ് ഇൻറ്റഗ്രേറ്റിംഗ് ദിസ് ഇക്വേഷൻ ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ ഡി ബൈ ഡി ടി ഓഫ് എം ആർ സ്ക്വയർ തീറ്റ ഡോട്ട് ഡി ടി ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഡി ബൈ ഡി ടി ഓഫ് പി തീറ്റ ഡി ടി. സോ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? എം ആർ സ്ക്വയർ തീറ്റ ഡോട്ട് ഇവിടെ എന്താണത്? ആംഗുലർ മൊമെൻ്റ് ആണ്. അപ്പോൾ ആംഗുലർ മൊമെൻ്റ് കോൺസ്റ്റൻറ്റിനെ അതിന് ദാറ്റ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലർ മൊമെൻറ്റത്തിന് എൽ എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. ഓക്കെ. സോ വി വിൽ ഗെറ്റ് എം ആർ സ്ക്വയർ തീറ്റ ഡോട്ട് ഈക്വൽ ടു എൽ. ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൊടുക്കുക. വേർ എൽ ഈസ് ദ കോൺസ്റ്റൻറ്റ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലർ മൊമെൻറ്റം. സോ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഫോർ തീറ്റ ഡോട്ട് ഈസ് ഡി തീറ്റ ബൈ ഡി ടി. സോ വി വിൽ ഗെറ്റ് എം ആർ സ്ക്വയർ d theta by dt is equal to L. So just rearranging this equation, L dt is equal to mr square d theta. Okay, that is L by mr square is equal to d theta by dt. Now എന്ത് ചെയ്യാണ് ഞാൻ? ജസ്റ്റ് തീറ്റേനെയും ഡി ടീനെയും ഒന്ന് റീഅറേഞ്ച് ചെയ്തു. ദാറ്റ് ഈസ് എൽ ബൈ എം ആർ സ്ക്വയർ ഇൻറ്റു ദിസ് ഡി തീറ്റ കംസ് ടു ദിസ് ഡിനോമിനേറ്റർ. സോ ഐ വിൽ ഗെറ്റ് 1 by d theta. ഇവിടെ 1 by dt എന്നിട്ട് എന്ത് ചെയ്തൊരു ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഒരു എക്സ്ട്രാ ടേം കൂടെ ഡെറിവേറ്റീവ് ഇട്ടു. ഓക്കെ, ദാറ്റ് ഈസ് എൽ ബൈ എം ആർ സ്ക്വയർ ഡി ബൈ ഡി തീറ്റ ഈക്വൽ ടു ഡി ബൈ ഡി ടി. ആൻഡ് അഗെയിൻ ഐ എം റീഅറേഞ്ചിങ് ഡി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എൽ ബൈ എം ആർ സ്ക്വയർ ഇൻറ്റു ഡി ബൈ ഡി തീറ്റ. ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിന് ഒരു പ്രാവശ്യം കൂടി ഡെറിവേറ്റീവ് കാണുകയാണ്. അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി. ദാറ്റ് ഐ ക്യാൻ റൈറ്റ് ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എന്താ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എൽ ബൈ എം ആർ സ്ക്വയർ ഇൻറ്റു ഡി ബൈ ഡി തീറ്റ. ഓക്കെ, അപ്പോൾ ഇവിടെ കഴിഞ്ഞ ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടി? ഡി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എൽ ബൈ എം ആർ സ്ക്വയർ ഡി ബൈ ഡി തീറ്റയാണ്. അപ്പോൾ നമ്മൾ ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ ഈ ടേമിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. That is d square by dt square equal to എന്താ L by mr square into d by d theta. Then again ആ ബ്രാക്കറ്റിലുള്ള ടേം എന്താ L by mr square into d by d theta. ഇക്വേഷൻ നമ്പർ 4 ആയിട്ട് കൊടുക്കുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇതിവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളൊരു പാരൻറ്റ് ഇക്വേഷൻ വേണ്ട. അതാണ് ലഗ്രാഞ്ച് ഇക്വേഷൻ ഫോർ ആർ. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷനിൽ ഇത് നമുക്ക് ഡിറൈവ് ചെയ്യാനുള്ള സമയമില്ല. ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് നോക്കുക. എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുക. കാരണം ടെക്സ്റ്റിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. നമ്മുടെ സിലബസിൽ ഈ പോർഷൻസ് ഒഴിവാക്കിക്കൊണ്ടാണ് ഞാൻ പിന്നെയും ബാക്കിലേക്ക് പോവാത്തത്. ഓക്കെ, സോ എം ആർ ഡോട്ട് മൈനസ് എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ എം ആർ ക്യൂബ് ഈക്വൽ ടു എഫ് ഓഫ് ആർ. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അല്ലേ? എൽ ഈസ് ഈക്വൽ ടു ടി മൈനസ് വിയിൽ ജസ്റ്റ് എന്ത് ചെയ്യാം? എല്ല് കാണുക. ദാറ്റ് ഈസ് ടിക്കും വിക്കും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട് ഡോ എൽ ബൈ ഡോ തീറ്റ ഡോ എൽ ബൈ ഡോ ആർ. അതേപോലെ തന്നെ ഡോ എൽ ബൈ ഡോ ആർ ഡോട്ട് കാണുന്നു നമ്മുടെ സാധാരണ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഫോമിലേക്ക് റീഅറേഞ്ച് ചെയ്ത് എടുക്കുക. ഓക്കെ, അത് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് മനസ്സിലായില്ലെങ്കിൽ മാത്രം നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുക. അപ്പോൾ ഞാൻ അത് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇത് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക കേട്ടോ. ലഗ്രാഞ്ചീസ് ഇക്വേഷൻ ഫോർ ആർ. സോ എം ആർ ഡബിൾ ഡോട്ട് മൈനസ് എൽ ബൈ എം ആർ ക്യൂബ് ഈക്വൽ ടു എഫ് ഓഫ് ആർ എന്ന് പറയുന്ന ഇക്വേഷൻ. അത് ഇക്വേഷൻ നമ്പർ 5 ആയിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യണം? ഈ ആർ ഡബിൾ ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ ഓഫ് ആർ അല്ലേ? ആണല്ലോ. അപ്പോൾ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയ ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ നമ്മൾ ഓൾറെഡി കണ്ടു. അപ്പോൾ ആ വാല്യൂ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ഇനി വേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാനത് ചെയ്തിട്ടുണ്ട്. എം ആർ ഡബിൾ ഡോട്ട് എന്ന് പറഞ്ഞാൽ എം ഇൻറ്റു ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി ബൈ ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയറിൻ്റെ വാല്യൂ ഇവിടെ നിന്ന് പുട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, സോ എം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടി? So this can be written as L by R square into d by d theta of L by mr square into dr by d theta minus L by mr cube equal to f of r. ഇക്വേഷൻ നമ്പർ 6 ആയിട്ട് കൊടുത്തു. ഇനി എന്താണ് നമ്മൾ പുട്ട് ചെയ്യേണ്ടത്? നോട്ട് ദാറ്റ് 1 by r square dr by d theta is equal to minus d by d theta of 1 by r. അതായത് 1 by r നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എന്ത് വരും? മൈനസ് 1 by r ഇൻറ്റു മൈനസ് 1 by r square ഇൻറ്റു dr by d theta അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് വന്നു? ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. അപ്പോൾ ഇക്വേഷൻ നമ്പർ 7.
സോ അതാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ദിസ് ഇക്വേഷൻ നമ്പർ 6 ക്യാൻ ബി റിട്ടൺ ആസ് L by R square into D by D theta into L by M into എന്താണ് മൈനസ് D by D theta ഓഫ് 1 by R. അതായത് 1 by R square into DR by D theta നമ്മൾ എന്ത് ചെയ്തു മൈനസ് D by D theta ഓഫ് 1 by R എന്ന് എഴുതി മൈനസ് L square by MR cube ഈക്വൽ ടു F of R. ഇനി എന്ത് ചെയ്യാണ് പുട്ട് U is equal to 1 by R. അതായത് വേരിയബിൾ ജസ്റ്റ് ചേഞ്ച് ചെയ്ത് യുവിൻ്റെ ടേംസിലേക്ക് എഴുതി. ഓക്കെ, സോ വാട്ട് ഹാപ്പൻ L ഇൻറ്റു U is equal to 1 by R അല്ലേ. അപ്പോൾ ഇവിടെ 1 by R സ്ക്വയർ ആണ്. അപ്പോൾ അതെന്തായിട്ട് വരും U സ്ക്വയർ ആയിട്ട് വരും. ഓക്കെ, സോ L ഇൻറ്റു U സ്ക്വയർ D by D theta ഓഫ് മൈനസ് L by M ഇൻറ്റു D by D theta ഓഫ് ഇവിടെ എന്ത് വരും U വരും മൈനസ് L സ്ക്വയർ ബൈ U ക്യൂബ് ബൈ M. കാരണം 1 by R ക്യൂബ് U ക്യൂബ് ആയിട്ട് മാറി. ദാറ്റ് ഈസ് ഈക്വൽ ടു F ഓഫ് 1 by U. അപ്പോൾ അതിന് എന്ത് ചെയ്യുക L സ്ക്വയർ U സ്ക്വയർ ബൈ എമ്മിന് ജസ്റ്റ് പുറത്തേക്ക് എടുത്തു. സോ വി വിൽ ഗെറ്റ് L സ്ക്വയർ U സ്ക്വയർ ബൈ M ഇൻറ്റു D സ്ക്വയർ U ബൈ D തീറ്റ സ്ക്വയർ പ്ലസ് U ഈസ് ഈക്വൽ ടു നെഗറ്റീവിനെ ഞാൻ എന്ത് ചെയ്തു ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ മൈനസ് F ഓഫ് 1 by U ഇക്വേഷൻ നമ്പർ 9 ആയിട്ട് കൊടുക്കുക. ഓക്കെ, ആൻഡ് D സ്ക്വയർ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം D സ്ക്വയർ U ബൈ D തീറ്റ സ്ക്വയർ പ്ലസ് U ഈസ് ഈക്വൽ ടു മൈനസ് M ബൈ L സ്ക്വയർ U സ്ക്വയർ ഓഫ് ഇൻറ്റു F ഓഫ് 1 by U. ഇതിപ്പോൾ നമ്മൾ ഫോഴ്സിൻ്റെ ടേംസിലാണ് എഴുതിയത്. ദാറ്റ് മീൻസ് ദിസ് ഈസ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഓർബിറ്റ്. ഓർബിറ്റിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് അല്ലേ. ഇവിടെ U എന്ന് പറഞ്ഞാൽ എന്താ R ഇൻ ടേംസ് ഓഫ് തീറ്റ. ഇവിടെ U എന്ന് പറഞ്ഞാൽ 1 by R ആണ്. അപ്പോൾ R ഇൻ ടേംസ് ഓഫ് തീറ്റ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ ദി ഓർബിറ്റ് എന്താണ് നമുക്ക് ഫോഴ്സ് അറിയാമെങ്കിൽ ദാറ്റ് ഇക്വേഷൻ ഓഫ് ഓർബിറ്റ് എന്ത് ചെയ്യാം കണ്ടുപിടിക്കാം. ഇനി ഇൻ ടേംസ് ഓഫ് പൊട്ടൻഷ്യൽ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതണം F എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് പൊട്ടൻഷ്യൽ അല്ലേ. F ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ വി ആണ്. സോ വി ക്യാൻ റൈറ്റ് D സ്ക്വയർ U ബൈ D തീറ്റ സ്ക്വയർ സോ ഇൻ ടേംസ് ഓഫ് ഫോഴ്സ് നമുക്ക് കിട്ടി ഫോഴ്സിൻ്റെ ഇക്വേഷൻ. ഇനി നമ്മൾ പൊട്ടൻഷ്യലിൻ്റെ ടേമാണ് അതായത് പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ 9 എങ്ങനെ റീഅറേഞ്ച് ചെയ്യാം D സ്ക്വയർ U ബൈ D തീറ്റ സ്ക്വയർ പ്ലസ് U ഈസ് ഈക്വൽ ടു മൈനസ് M ബൈ L സ്ക്വയർ U സ്ക്വയർ ഇൻറ്റു F ഓഫ് 1 by U. ഇപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മൈനസ് ഡെൽ വി അല്ലേ. പൊട്ടൻഷ്യലിൻ്റെ നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ആണ്. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് D സ്ക്വയർ U ബൈ D തീറ്റ സ്ക്വയർ പ്ലസ് U. ഓക്കെ, ഇവിടെ ഒരു U ഉണ്ട് ഈസ് ഈക്വൽ ടു മൈനസ് M ബൈ L സ്ക്വയർ ഇൻറ്റു എന്താ മൈനസ് ഇവിടെ 1 by U സ്ക്വയർ എന്ന് വരണം. ദാറ്റ് ഈസ് ഇപ്പം ഡെറിവേറ്റീവ് ഓഫ് 1 by U ആണ് എന്ത് മൈനസ് 1 by U സ്ക്വയർ. അപ്പം പൊട്ടൻഷ്യൽ ഈസ് എ ഫങ്ഷൻ ഓഫ് 1 by U എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് D by du ഓഫ് V ഓഫ് 1 by U വിൽ ബിക്കം ദിസ് നെഗറ്റീവ് F ഓഫ് 1 by U. അതായത് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഗ്രേഡിൻ്റെ ആ ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നമ്പർ 10 2 ഇക്വേഷൻസാണ് കിട്ടിയത്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ ഓർബിറ്റ്. സോ ഇക്വേഷൻ 9 ഈസ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ ദ ഓർബിറ്റ് if force law is known. If force law is known. Okay, or equation 10 എന്താണ് if V that is potential is known, then this is the differential equation for orbit. And conversely, if the equation of orbitൻ്റെ ഇക്വേഷൻ നമുക്ക് അറിയാമെങ്കിൽ എന്ത് കണ്ടുപിടിക്കാം ഫോഴ്സ് ലോ കാണാം, അതല്ലെങ്കിൽ നമുക്ക് V കാണാം, പൊട്ടൻഷ്യൽ കാണാം. ഓക്കെ, അപ്പോൾ ഈ 2 ഇക്വേഷൻസിന് ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ കെപ്ലർ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഇക്വേഷൻ നമ്പർ 9 ഇക്വേഷൻ നമ്പർ 10 നമ്മൾ ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാനാണ് ഈ ഒരു ടോപ്പിക്ക് എടുത്തത്. അപ്പോൾ നന്നായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ ഇക്വേഷൻ നമ്പർ 5 അത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. കാരണം ടെക്സ്റ്റിലുണ്ട്, മനസ്സിലായില്ലെങ്കിൽ ചോദിക്കുക.